ഹലോ നമസ്കാരം എല്ലാവർക്കും ഡി കുക്സ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വട്ടയപ്പത്തിൻ്റെതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വട്ടയപ്പം പല വിധത്തിലുണ്ടാക്കാമല്ലോ. അരി കുതിർത്ത് അരച്ചിട്ടുണ്ടാക്കാം, പിന്നെ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കാം. ഞാനിവിടെ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന വറുത്ത അരിപ്പൊടിയാണ്. ആയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ള കളറുള്ള ചോറ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വട്ടയപ്പത്തിന് നല്ല കളർ കിട്ടും. പിന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ഒരു 2-3 ഏലക്ക. ഞാനിവിടെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ കുരു മാത്രമായിട്ട് എടുക്കുന്നുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് ഒരു സ്മൂത്ത് ബാറ്ററാക്കി എടുക്കാം. നമുക്ക് തേങ്ങാപ്പാലിന് പകരം വെള്ളം ചേർത്ത് അരയ്ക്കാം. തേങ്ങാപ്പാലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നേ ഉള്ളൂ. ഒരു കപ്പ് തേങ്ങാപ്പാലും പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് ഈ ബാറ്റർ റെഡിയാക്കാനായിട്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതായിരിക്കണം കൺസിസ്റ്റൻസി. ഒരു ദോശമാവിൻ്റെ അയവിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇനി ഇതടച്ച് നമുക്കൊരു 4 മണിക്കൂർ പൊങ്ങാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഫെർമെൻ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ബബിൾസ് എല്ലാം പൊട്ടിച്ച് കളയരുത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തിക്നെസ് കൂടുതലാണ് മാവിനെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് പ്ലേറ്റ് വേണമെങ്കിൽ എടുക്കാം. ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി ഹൈറ്റ് ഉള്ളത്, കേക്ക് ടിൻ പോലെയുള്ളത്. അത് നല്ലപോലെ ബട്ടർ പരട്ടിയിട്ടുണ്ട്. ബട്ടറോ വെളിച്ചെണ്ണോ എന്തെങ്കിലും നന്നായിട്ട് പരട്ടണം. അല്ലെങ്കിൽ ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് വിട്ട് കിട്ടാൻ പ്രയാസമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു 1/2 ഭാഗം മതിയായിരിക്കും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 20 മുതൽ 25 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ വട്ടയപ്പം ഇപ്പോൾ കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കുമ്പോൾ ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിതൊരു പകുതി വേവായപ്പോൾ ഇതിൽ കുറച്ച് ഉണക്കമുന്തിരിയും ഒരു ചെറിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ മുന്തിരിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് പൊങ്ങി വരുമ്പോൾ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ഞാനിതൊരു പകുതി വേവായപ്പോഴാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഓപ്ഷനിലാണ്. കാഷ്നട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, മുന്തിരി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിൽ എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റുള്ള അപ്പമാണ്. തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.